വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതുകൊണ്ട് ആദ്യം മുതൽ ആൾക്കാർ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും ഇതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും. 1 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ്. സോ റെവല്യൂഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ആ പ്രോഗ്രാമിലേക്ക് ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സോ ഈ പ്രോഗ്രാം ഈ പേരിൽ പറയുന്ന പോലെ റെവല്യൂഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഈ കൺസെപ്റ്റിൽ വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വെൽനസ് ടീമാണ്. സോ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ആരോഗ്യകരമായ ഒരു ജീവിതം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, അതായത് പണ്ടുണ്ടായിരുന്ന അസുഖങ്ങളിൽ നിന്നും മാറിയിട്ട് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ അസുഖങ്ങളും കുറേ പ്രോബ്ലംസും ഉണ്ട്. അങ്ങനെയുള്ള പെയിനുകൾക്കുള്ള സൊല്യൂഷനാണ് നമ്മൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സോ ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞാൽ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറ്റൻറ്റീവ് ആകാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കിട്ടാനും ക്യാമറ ഓൺ ചെയ്ത് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രമാത്രം വിലപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സോ നമ്മൾ ലൈഫിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ഒന്ന് രണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സെഷനാണ് വരുന്നത് എങ്കിലും ആ പ്രോഗ്രാമിലേക്ക് ഒരുങ്ങുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്ന് നമ്മൾ കാണുന്ന വ്യക്തികൾ, അതായത് നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരിൽ പ്രായമുള്ള ആൾക്കാർ, ഒരു 60 വയസ്സ് 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ അവർക്ക് നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പല അസുഖങ്ങളും കാണുന്നില്ല. 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ നോക്കിയാൽ ഡയബറ്റിക് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ നല്ല എനർജറ്റിക് ആയിരിക്കും. അവർക്ക് പ്രായാധിക്യം കൊണ്ടുള്ള അസുഖങ്ങളല്ലാതെ, എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒന്നും കാണാം, മുട്ടുവേദന, നടുവേദന, പിന്നെ BP, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണാറില്ല. പക്ഷേ നമ്മൾ സമൂഹത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേകത മനസ്സിലാവും. ഒരു 30 വയസ്സ് 40 വയസ്സിന് മുകളിലോട്ട് ഒരു 60 വയസ്സ് വരെയുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങളില്ലാത്ത ആൾക്കാർ ആരും ഇല്ലാത്ത, ഡയബറ്റിക് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സമൂഹം മാറുകയാണ്. സോ നമ്മളിവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് പണ്ടൊക്കെ ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്നു, അതായത് കൂടുതൽ കാലം ജീവിച്ച് പെട്ടെന്ന് മരിക്കും, ലോങ് ലൈഫ് ആൻഡ് സഡൻ ഡേ, അങ്ങനെ പറയാം, അത്ര പെട്ടെന്നായിരുന്നു. ഇപ്പോഴെങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് കാലം ജീവിക്കും, ഒരുപാട് കാലം മരിക്കും. കാരണം മരിച്ച് ജീവിക്കുക, നല്ലപോലെ ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, ഇറങ്ങി സ്മാർട്ടായിട്ടൊന്ന് ഓടാൻ പറ്റുകയില്ല, മുട്ടുവേദനയാണ്, പഞ്ചസാരയോ മധുരമോ കൂടിയ സാധനം കഴിക്കാൻ പറ്റുകയില്ല, ഷുഗറാണ്, ഇച്ചിരി നോൺ വെജ് ഇച്ചിരി കൂടുതൽ കഴിക്കാമോ എന്ന് ചോദിച്ചാൽ അത് പറ്റുകയില്ല, കൊളസ്ട്രോൾ ആണ്, BP ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതിനപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യത്തിനെ
വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഓപ്റ്റിമൽ ഹെൽത്ത്, സമ്പൂർണ്ണ ആരോഗ്യം ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ഒരു കൂട്ടം ആൾക്കാർ ഈ സമ്പൂർണ്ണ ആരോഗ്യം ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. ആ ലൈഫിൽ രോഗങ്ങളില്ലാത്ത, സന്തോഷം എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന, എനർജറ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് വെൽ ബീയിങ് ആൻഡ് ഹെൽത്തി ആൻഡ് വെൽ ബീയിങ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പൂർണ്ണ രൂപം. അത് ഒരുപാട് വലിയൊരു സംഭവമാണ്. പക്ഷേ അതിനെ വളരെ കുറഞ്ഞ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ അത് പറഞ്ഞു തരുന്നത് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കൺസെപ്റ്റിൽ വളരെ സ്മാർട്ടായിട്ട് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യുന്ന അതുകൂടാതെ ഒരു ഡോക്ടർ എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റിയാണ് നമ്മളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പറയാൻ എന്തുകൊണ്ടും ഒതൻറ്റിക് ആയിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നോളജ്, അദ്ദേഹം ഇതിനെപ്പറ്റി നടത്തിയിരിക്കുന്ന പഠനങ്ങൾ, അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ്, അതിലെല്ലാം ഉപരി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം വേറെ ആരുമല്ല, ഡോക്ടർ ബാബുരാജ് ഫ്രം എറണാകുളം. സോ ഓക്കെ, വെൽക്കം ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പേര് പറയും ബാബുരാജ്. പ്രൊഫഷണലി ഡോക്ടറാണ്. അലോപ്പതി മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി റെവല്യൂഷൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു സെഷൻ ചെയ്യാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഇന്ന് പൊതുവെ നമുക്കറിയാം, ഇന്നത്തെ പൊതു ട്രെൻഡ് ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾ. ഓടുന്നു, മാരത്തോൺ, സൈക്ലിംഗ്, പിന്നെ എക്സസൈസ്, ജിമ്മിൽ, ഓർഗാനിക് ഫുഡ്. അതൊരു ട്രെൻഡാണ്. ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറയുന്നത് അതെങ്ങനെ അതിലേക്ക് എത്തിയെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന അനുഭവത്തിലൂടെയാണ് ആൾക്കാർ ആ ഒരു ദിശയിൽ എത്തിയേക്കുന്നത്. ചുറ്റുപാട് നമ്മുടെ നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പലതരം മെഡിസിൻസ് ഉണ്ട്, പലതരം ഹൈ പ്രൊഫൈൽ ഡോക്ടേഴ്സ് ഉണ്ട്, പലതരം ഫാർമസീസ്, ഇതെല്ലാം ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഇതെല്ലാം അഡ്വാൻസ്ഡ് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ അസുഖങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അസുഖങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ഒരു ഹെൽത്തിലേക്ക് അസുഖങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് ശരിയാണ്. ഒരു ഹെൽത്തിലേക്ക് അത് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അതിനേക്കാൾ ഉപരി ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ തടയുന്നതിനോ അതിലേക്ക് എത്താതിരിക്കാനോ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെല്ലാം പണ്ട് ഒരു 70s കണ്ടിരുന്നത് ഇപ്പം 30-40s കാണാൻ തുടങ്ങി. ഇങ്ങനത്തെ കുറെ വ്യാകുലതകൾ ആൾക്കാരിൽ പിടിപെട്ടു. അപ്പം ഇവിടെ നമ്മളുടെ ഹെൽത്ത് നമ്മൾ നോക്കണം. ഇവിടെ എത്തിയിട്ട് അവിടെ മാനേജ് ചെയ്യണം. ആ ഹെൽത്ത് ഇപ്പം നമ്മൾ പറയുന്ന ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഭൂമിയിൽ പോകും. അത്രേ ഉള്ളൂ. ഇവിടെ പക്ഷേ നമ്മൾക്ക് അവിടെ എത്താതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എൻ്റെതായ വഴികളിലൂടെ അവർ പല കാര്യങ്ങളും അന്വേഷിക്കുന്നു, അവർക്കറിയാവുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. ചിലതൊക്കെ ശരിയാവുന്നു, ചിലതൊക്കെ ശരിയാവുന്നില്ല. ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസിലേക്കൂടെയാണ് ആൾക്കാർ പോകുന്നത്. എന്താണ് റീസൺ എന്ന് വെച്ചാൽ, ആളുകൾ കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈഫ് കാണാൻ തുടങ്ങി. ജോലി പൈസ ഉണ്ടാക്കുന്നതിനപ്പുറം ലൈഫ് കാണാൻ തുടങ്ങി. നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു വൺ ടൈം ഗിഫ്റ്റാണ്. ഈ ലൈഫിൽ യാത്രയിൽ ഈ യാത്രയിൽ എല്ലായിടത്തും നമ്മളെ എത്തിക്കുന്നത് നമ്മളുടെ ആരോഗ്യം. ശരീരം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആരോഗ്യമില്ലെങ്കിലും
ഒരു കാര്യം. പൈസ ഉണ്ടായിട്ടോ ആരോഗ്യമില്ലെങ്കിൽ ചാകും. സമയം ധാരാളമുണ്ട്, ആരോഗ്യമില്ലെങ്കിൽ ചാകും. നമ്പർ വൺ പ്രയോറിറ്റി ഇത് ഹെൽത്ത് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതിൽ ഫോക്കസ് ആണ്. ലൈഫ് കണ്ടോടുകൂടിയാണ് അത് ആൾക്കാർക്ക്. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പക്ഷേ ഈ ഒരു സെഷൻ നിങ്ങൾക്കത് റിഫ്രഷ് ചെയ്യാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ ന്യൂ ആയിരിക്കും. അത് ആഡ് ഓൺ ബെനിഫിറ്റ്. എങ്ങനെയായാലും ഒരു സെഷൻ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ. എന്താണ് ഹെൽത്തിനെ, നമ്മളുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ? നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ സ്റ്റാറ്റസ്, നമ്മൾ സൂര്യനായിട്ടുള്ള എക്സ്പോഷർ, ഇങ്ങനെ 5-6 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം. അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് ഇപ്പോൾ? 50-100 കൊല്ലം മുമ്പുള്ള വായുവാണ് എന്ന് ശ്വസിക്കുന്നത്. എല്ലാം പൊല്യൂട്ടഡാണ്. വാട്ടർ മിനറൽ വാട്ടർ അല്ല, പൊല്യൂട്ടഡാണ്. ഭക്ഷണം ന്യൂട്രീഷൻ വാല്യൂ കുറഞ്ഞു, അതിനേക്കാൾ ഒരു പെസ്റ്റിസൈഡ്സ്, പലതരം കളേഴ്സ്, പലതരം കെമിക്കൽസ് വരുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞു, മെൻ്റൽ സ്ട്രെസ് ആണെങ്കിൽ കൂടുതൽ, സൺ എക്സ്പോഷർ കുറവ്. അപ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ഇതായിരിക്കെ, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കെ, എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഹെൽത്ത് ഉണ്ടാവും? നമ്മൾ ചുമ്മാ അങ്ങ് ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഹെൽത്ത് എങ്ങനെ ഉണ്ടാവും? ഒരു സാധ്യതയില്ല. ഓട്ടോമാറ്റിക് ഹെൽത്ത് ഇല്ല ഇന്നത്തെ എക്കോസിസ്റ്റത്തിൽ. സോ നമ്മൾക്ക് അതിനുവേണ്ടി ഒരു പ്ലാനും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മളുടെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് മുന്നോട്ട് പോകാനും ലൈഫ് മുന്നോട്ട് പോകാനും പറ്റുന്നു. അതിൽ പല ഘടകങ്ങളും ആൾക്കാർ കണ്ടെത്തുന്നത് ശരിയാണ്. പക്ഷെ മെയിനായിട്ട് നമ്മൾ 4 പില്ലേഴ്സ് നമ്മളൊന്ന് ഓർക്കണം. ഒന്ന്, പോഷകമൂല്യമുള്ള ഭക്ഷണം, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ആഡിക്വേറ്റ് റിലാക്സേഷൻ, സ്ലീപ്പ്. 4, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഈ 4 പില്ലേഴ്സാണ് മെയിനായിട്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആളുകൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് പോഷകമൂല്യമുള്ള ഭക്ഷണത്തിൽ കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് കൂടുതൽ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മതിയോ, അത് അതിൻ്റെ കൂടെ സപ്ലിമെൻസുകൾ വേണോ, ഏത് തരത്തിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചാലാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഹെൽത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ അതായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ള 3 കാര്യങ്ങളും നമ്മളുടെ ഡിസിഷനിലാണ്. ഏത്? പോസിറ്റീവ് മൈൻഡ് സെറ്റ്, റെഗുലർ എക്സസൈസ്, ആഡിക്വേറ്റ്, അത് നമ്മുടെ ഓൺ ഡിസിഷൻ. ഈ ന്യൂട്രീഷൻ ഫുഡ്, പോഷകമൂല്യമുള്ള ഭക്ഷണം നമ്മുടെ കൺട്രോളിലല്ല. പലതും നമ്മൾക്ക് കിട്ടുന്നത് കഴിക്കേണ്ടി വരും. ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചില ആളുകൾക്ക് ഇന്നത്തെ ഭക്ഷണം മതി, അല്ലെങ്കിൽ സപ്ലിമെൻറ്റേഷൻ വേണം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സപ്ലിമെൻറ്റേഷൻ വേണോ, നമ്മുടെ ഭക്ഷണം മതിയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരിക്കും. ഞാനൊരു സ്ലൈഡ് വഴിയായിരിക്കും പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. കാണാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ഫുൾ സ്ക്രീനായി. സോ ഡു വി നീഡ്, ശരിക്കും നമ്മൾക്ക് ഫുഡ് മാത്രം മതിയോ, സപ്ലിമെൻറ്റേഷൻ വേണോ? എന്താണ് സപ്ലിമെൻറ്റേഷൻ? ആഡ് ചെയ്യുന്നത് സംതിങ് എക്സ്ട്രാ. ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫുഡ് സപ്ലിമെൻ്റ് ആവും. എന്തിന്? അതൊക്കെ അത്യാവശ്യമുണ്ടോ? ഇത് എല്ലാവരെയും മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലയിടത്തും നമ്മൾ കേൾക്കുന്നുണ്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ നല്ല ഫുഡുകളിലേക്ക് പോവാം, സപ്ലിമെൻറ്റേഷൻ എടുക്കണോ വേണ്ടയോ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതൊക്കെയാണ് നമ്മളെ ഈ ഡൗട്ടുകളൊക്കെ ആയിരിക്കും ക്ലിയർ ചെയ്താണ് നമ്മൾ പോകുന്നത്. അത്ര ആവശ്യമുണ്ടോ? അപ്പോൾ ഫുഡിൻ്റെ കൂടെ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നത് വെച്ചാൽ വൈ ഡു വി ഈറ്റ്, എന്തിനാണ് നമ്മൾ കഴിക്കണമെന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് സപ്ലിമെൻറ്റേഷൻ തന്നെ വേണമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും.
എന്തിനാണ് നമ്മൾ കഴിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാനെന്നാണ് നമ്മൾ പറയാം. നമുക്ക് രണ്ടു തരത്തിൽ ജീവിക്കാം. ജസ്റ്റ് അങ്ങ് ജീവിക്കാം, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. ഓ, അപ്പം ഞാൻ നാച്ചുറലി നമുക്ക് വരുന്നത്, അപ്പം ഞാനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വെച്ച് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റില്ലേ? ഇതാണ് യഥാർത്ഥ ഡൗട്ട്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാനിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും. ദിസ് ഇസ് ദ എക്സാക്ട് ഡൗട്ട്. സോ എന്താണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളെ കഴിക്കാൻ മോട്ടിവേറ്റ് ചെയ്യും. വിശപ്പുണ്ടാവണം, ക്ഷീണമുണ്ടാവണം. ഈ വിശപ്പും ക്ഷീണവും ഇല്ലെങ്കിൽ ടേസ്റ്റ് വരണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ മുന്നിൽ വന്നാൽ നമ്മൾ കഴിക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എങ്കിൽ നമ്മളുടെ മുന്നിൽ വരുന്ന കഴിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ കഴിക്കും. ഇതാണ് നമ്മുടെ റെഗുലർ ഡയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ റെഗുലർ ഡയറ്റ് പിക്ചേഴ്സ് എല്ലാം നമ്മൾ നോക്കും. ഇത് മിക്കവാറും എല്ലാം കുക്ക്ഡ് ആയിരിക്കും, ചിലതൊക്കെ പ്രോസസ്ഡ് ആണ്, ചിലതൊക്കെ അഡിറ്റീവ്സ് കാണും, പ്രിസർവേറ്റീവ്സ് കാണും. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും എൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തരില്ലേ? ഇത് ഇത് ക്വൈറ്റ് കോമൺ ക്വസ്റ്റ്യൻ. നമ്മൾ ആലോചിക്കേണ്ടത്, ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ നമ്മുടെ ടേബിളിൽ എത്തുമ്പോഴേക്കും എന്തെല്ലാം ചലഞ്ചസിലൂടെ, എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഫേസ് ചെയ്തിട്ടാണ് ഇത് ഫുഡായിട്ട് നമ്മുടെ ടേബിളിൽ എത്തുന്നതെന്ന് നമ്മളൊന്ന് വിലയിരുത്തണം, നമ്മളൊന്ന് അന്വേഷിക്കണം. അതിനോട് ഫാം ടു ടേബിൾ ചലഞ്ചസ് എന്ന് പറയാം. ഫാം ടു ടേബിൾ ചലഞ്ചസ്. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ സോയിൽ ഡെപ്ലീഷൻ. സോയിൽ ഡെപ്ലീഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്ന അവസ്ഥ. നമുക്കറിയാം, ഇന്ന് കൃഷി ചെയ്യുമ്പോൾ പല മണ്ണുകളും ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതും കുറവുണ്ടെന്ന് കണ്ടെത്തുന്നു. പല ടെസ്റ്റുകളും നടത്തുമ്പോൾ പല കുറവുകളും കണ്ടെത്തുന്നുള്ളത് ശരിയാണ്. അതിനുള്ള റീസൺ ഡീഫോറസ്റ്റേഷൻ. ഒന്ന്, ഫോറസ്റ്റുകൾ നമ്മൾ മരങ്ങൾ വെട്ടി കളയുക, വീടുകൾ ഉണ്ടാക്കാനായിരിക്കാം, പല കാര്യങ്ങൾക്കായിരിക്കാം. മരങ്ങൾ വെട്ടിക്കളുമ്പോൾ മുകളിലുള്ള മണ്ണുകൾ ഒഴുകി പോകുന്നു, കുറേ ഫലഭൂയിഷ്ടി അങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൃഷി ചെയ്യേണ്ടി വരിക. ഇന്ന് നമുക്കറിയാം, പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്, കൃഷിയിടങ്ങൾ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാവർക്കും പച്ചക്കറികളും എല്ലാം കിട്ടുകയും വേണം. അപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് കൃഷി ചെയ്ത് പിന്നെ കുറച്ച് നാൾ നമ്മളിത് പച്ചിലകളും എല്ലാം വെട്ടി അത് ഇവിടെ ഇട്ടേക്കും, അത് വീണ്ടും ഫലഭൂയിഷ്ടിയാകാൻ വേണ്ടി. ഇന്ന് അത് നടക്കില്ല. വീണ്ടും ഇത് അടുപ്പിച്ചടുപ്പിച്ച് കൃഷി ചെയ്യണം. അടുപ്പിച്ചടുപ്പിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ഗുണം കുറയുന്നു. പിന്നെ ഓവറായിട്ട് ഒരുപാട് എണ്ണം കിട്ടുന്നതിന് വേണ്ടി എക്സസീവ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് കൂടുതൽ അളവിൽ നമുക്ക് പച്ചക്കറികളും എല്ലാം എത്തിക്കുന്നത്, എല്ലാവർക്കും എത്തിക്കുന്നത്. അതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിൻ്റെ ഗുണം കുറയും. എൻ്റെ ഗുണം കുറയുമ്പോൾ അതിനുണ്ടാവുന്ന ചെടികളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അതിൻ്റെ ഗുണം കുറയും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ആരും റിയലൈസ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട്. മണ്ണിലും കുറേ മൈക്രോബ്സ് ഉണ്ട്. നമ്മളുടെ ഗട്ടിലും കുറേ മൈക്രോബ്സ് ഉള്ള പോലെ മണ്ണിലും കുറേ സോയിൽ മൈക്രോബ്സ്. ഈ സോയിലുള്ള മണ്ണിലുള്ള മിനറൽസിനെ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാൻ പാകത്തിനാക്കി വെക്കുന്നത് ഈ മൈക്രോബ്സ് ആണ്. നമ്മൾ ഹൈ എമൗണ്ടിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം മണ്ണരകൾ കാണാൻ, അപ്പൊ തന്നെ അവന്റെ ആവാസ വ്യവസ്ഥയിൽ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ മൈക്രോബ്സും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, പലതും മിസ്സായിട്ടുണ്ട്. അപ്പം അത് തന്നെ ഉള്ള ഒന്ന് കുറഞ്ഞു, ഉണ്ടാവുന്നത് ഉള്ളത് ചെടികൾക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ സോയിൽ ഡിപ്ലീഷൻ വന്നപ്പോൾ ഗുണമേന്മ, അത് സോഴ്സ്, അതായത് കിട്ടുന്ന സാധനത്തിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ കുറവാണ്. അപ്പോൾ കിട്ടുന്നത് തന്നെ കുറവാണ്. രണ്ടാമത്തെ ചലഞ്ച് ഫുഡ് മൈൽസ്. അത് നമ്മൾ കൃഷി ഇറക്കി കൊയ്തു, കൃഷി ഇറക്കി കൊയ്ത് കഴിഞ്ഞാൽ കൊയ്തെടുത്ത് നമ്മളത് സ്റ്റോക്ക് ചെയ്യുന്നു. കൊയ്യുന്നത് തന്നെ ഓരോ ചെടികൾക്കും ഓരോ ഫ്രൂട്ട്സിനും അതിലെ ഏറ്റവും കൂടുതൽ അളവിൽ ന്യൂട്രീഷൻ ഉള്ള ടൈമുണ്ട്. ഈ ടൈമൊന്നും നോക്കിയിട്ടല്ല നമ്മൾ കൊയ്യുന്നു. നമുക്ക് സൗകര്യം അനുസരിച്ച് നമ്മൾ കൊയ്യുന്നു, പക്ഷെ അതനുസരിച്ചുള്ള ന്യൂട്രീഷൻ ഉണ്ടാവും. പിന്നെ അവിടെ സ്റ്റോക്ക് ചെയ്യുന്നു, പിന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളുടെ അടുത്ത സ്ഥലങ്ങളിൽ എത്തുന്നു, പിന്നെ ആ കടകളിൽ സ്റ്റോക്ക് ചെയ്യുന്നു, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് വാങ്ങുന്നത്, അത് വാങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഇതൊരു ഫുഡ് മൈൽസ്. അത് നമ്മളുടെ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴുള്ള ടൈമിങ്ങിന് ഫുഡ് മൈൽസ്. ഇങ്ങനെ എത്തുമ്പോഴേക്കും ഒരു 3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ 30% ഓൾറെഡി കുറഞ്ഞത് കിട്ടുന്നു. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷനിൽ 30% പിന്നെയും പോകും. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമ്മൾ സൗകര്യമുള്ളപ്പോഴാണ് എടുക്കുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? താറാവായിട്ട് വാഷ് ചെയ്യണം, നല്ല വെള്ളത്തിൽ വാഷ് ചെയ്യണം. അപ്പോൾ എന്താ പറ്റുക? വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് പലതും പോകും. പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതും പലതും നഷ്ടപ്പെടും. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫുഡ് എന്ന രീതിയിൽ ടേബിളിൽ എത്തുമ്പോഴേക്കും പലതും നഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്.
ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് സ്ലൈഡുകളാണ്, സ്റ്റാറ്റിസ്റ്റിക്സുകളാണ്. അതായത് നാഷണൽ ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പല ന്യൂട്രിയൻ, മണ്ണില് സോയിലില് എന്തൊക്കെ കുറവ്, പല ന്യൂട്രിയൻസും കുറവ് വന്നു. ഇതൊക്കെ സ്റ്റഡികളാണ് കേട്ടോ. ഇത് നമ്മൾ പ്രൂഫിന് വേണ്ടി കാണിക്കുന്നു. കാർബൺ, പല ന്യൂട്രിയൻസ്, ബോറോൺ, കോപ്പർ, ഇതെല്ലാം പല നമ്മൾ കേട്ട ന്യൂട്രിയൻസ് കൂടാതെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. ബോറോൺ, സൾഫർ, സിങ്ക്, ഫോസ്ഫറസ്, ഇതെല്ലാം നമ്മൾ പല ഗ്രേഡിൽ കുറഞ്ഞതായിട്ട്, ചിലതൊക്കെ 95% കുറവുണ്ട്. നൈട്രജന്റെ അളവ് പല സ്റ്റേറ്റുകളിൽ, നൈട്രജൻ നമ്മൾക്ക് അമിനോ ആസിഡ്സ് ഉണ്ടാക്കാനും വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ നൈട്രജൻ ആവശ്യം. അതുകൊണ്ടാണ് യൂറിയ ഇടുന്നത്. നൈട്രജൻ കിട്ടാനാണ് നമ്മൾ യൂറിയ ഇടുന്നത്. ഈ നൈട്രജന്റെ അളവ് വളരെയധികം കുറഞ്ഞു. ഓരോ സ്റ്റേറ്റ് വൈസ് നോക്കി പലതിലും തീരെ ഇല്ലാണ്ട് പല സ്റ്റേറ്റും. കാർബണിന്റെ ഡെഫിഷ്യൻസി ഒരുപാട് ഡെഫിഷ്യൻസികൾ കാണുന്നു. ദെൻ ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി, ഇതെല്ലാം സോയിലിൽ പ്രൂവ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, നാഷണൽ സ്റ്റഡിയാണ്. ഇത് ഒക്കെ സംഭവിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് ഞാനിത് സ്ലൈഡ് നിങ്ങൾക്ക് വെച്ചത്. ഈ സ്ലൈഡ് നോക്കാം, ഇതൊക്കെ ശരിയാണോ? ഈ തരം പല ചെടികളുടെ ഇലകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ഉള്ള ആ ചെടികളുടെ ഇല നോക്കുക. ഈ ടൈപ്പ് ചെടികളിൽ ഇലകൾ നമ്മൾ കാണുന്നുണ്ട്. മെഗ്നീഷ്യൻ ഡെഫിഷ്യൻസി ഇല നോക്കുക, കാണുന്നുണ്ട്. പൊട്ടാസ്യം ഡെഫിഷ്യൻസി, ദെൻ കാൽസ്യം ഡെഫിഷ്യൻസി, ചുരുണ്ടിരികളാണോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം പ്രൂഫാണ്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ചെടികളിലുണ്ട്. പക്ഷെ അവർ ചെടിയായിട്ട് നിൽക്കും. ഇപ്പം നമ്മൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞ് നമ്മൾ മനുഷ്യരായിട്ട് തന്നെ നിൽക്കുന്നില്ലേ? കാൽസ്യം കുറഞ്ഞ് മനുഷ്യരായിട്ട് നിൽക്കുന്നില്ലേ? വൈറ്റമിൻ ഡി കുറഞ്ഞ് മനുഷ്യരായിട്ട് നിൽക്കും. ഇതുപോലെ ചെടികളിലും ഇതുപോലെ കുറവുണ്ട്. ആ ചെടികളിൽ കുറവുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കുറവുണ്ടാവും. ഇന്ന് ആപ്പിൾ ഡേ കീപ് ദ ഡോക്ടർ എവേ എന്ന് പറയുമെങ്കിലും ഇന്ന് 50-100 കൊല്ലം മുമ്പ് ഒരു ആപ്പിളിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഇന്ന് 3-4 ആപ്പിൾ കഴിക്കേണ്ട ഒരു സ്ഥിതിയാണ്. അത് സത്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്നു. ദീസ് ആർ ദ പ്രൂഫ്. ഇതൊരു പ്രൂഫാണ്. ഇത് ബ്രിട്ടീഷ് ജേർണൽ അവരെ സ്റ്റഡി നടത്തിയതാണ്. അവരെ പൊട്ടറ്റോയിൽ സ്റ്റഡി നടത്തി 50 ഇയേഴ്സ് കൊണ്ട് പൊട്ടറ്റോയ്ക്ക് എന്ത് സംഭവിച്ചു? ന്യൂട്രീഷൻ വാല്യൂ 100% വൈറ്റമിൻ എ ഇല്ലാണ്ടായി, 57% വൈറ്റമിൻ സി, അയൺ കുറഞ്ഞു, കാൽസ്യം ഡെഫിഷ്യൻസി, റൈബോഫ്ലാവിൻ വൈറ്റമിൻ ബി ആണ്, തൈമിൻ എല്ലാം കുറയും. ഇതൊക്കെ വൈറ്റമിൻ ബി ആണ്. സോ ഇത് പല വെജിറ്റബിൾസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് അവർ സ്റ്റഡി. നമ്മളുടെ ഇവിടെ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. ഇത് പ്രൂവൺ സ്റ്റഡിയാണ്. ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിലും അത് കുറവ് വരുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജ്. ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം. അത് തറവായിട്ട് വാഷ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു, തറവായിട്ട് വാഷ് ചെയ്യുമ്പോൾ കുറേ നഷ്ടപ്പെടുന്നു. പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ 40-50% ന്യൂട്രിയൻസ് പലതും നഷ്ടപ്പെടുന്നുണ്ട്. ഇനി പ്രോസസ്ഡ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മളിന്ന് കറണ്ട് കിട്ടുന്ന ഇൻഡസ്ട്രിയൽ ഫുഡുകളാണ്. ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷറിലാണ് അവർ ചെയ്യുന്നത്. പലതും ഓൾട്ടർ ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ വരെ ഓൾട്ടർ ചെയ്യുന്നു. അതുമാത്രമല്ല, പ്രോട്ടീനും ഷുഗറും ഈ ഇത്രയും പ്രഷറും ഇത്രയും ടെമ്പറേച്ചറും പ്രോട്ടീൻ ഷുഗറും കമ്പൈൻ ചെയ്തിട്ട് ബോഡി ഫ്രണ്ട്ലി അല്ലാത്ത പല കെമിക്കൽസ് ഉണ്ടാക്കും. സോ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളുടെ കഴിക്കാൻ പാകത്തിന് നമ്മൾ എത്തുമ്പോൾ ഫുഡുണ്ട്, പക്ഷേ ന്യൂട്രീഷൻ വാല്യൂ പലതും ഡെഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. കിട്ടുന്നുണ്ട്, ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ കിട്ടുന്നില്ലാണ് സത്യം. നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ഇനി അത് കഴിഞ്ഞു. അത് നമ്മളുടെ ചിന്ത, നമ്മളുടെ ഫുഡ് കഴിക്കുന്ന ഹാബിറ്റിലൂടെ ഇതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചറിയേണ്ടത് ശരീരം എന്തിനാണ് നമുക്ക് വിശപ്പുണ്ടാക്കുന്നത്? ഒരു വിശപ്പടക്കാനോ അല്ലെങ്കിൽ ക്ഷീണം മാറാനോ മാത്രമാണോ? അല്ല, അത് പല മെറ്റീരിയൽസും അന്വേഷിച്ചിട്ടാണ്. എനർജിക്ക് വേണ്ട മെറ്റീരിയൽസ്, ബിൽഡിങ്ങിന് വേണ്ട മെറ്റീരിയൽസ്, പലതരം ബയോകെമിക്കൽ പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽസ്, കേടുപാടുകൾ നടക്കുന്നുണ്ട്, റിപ്പയർ ചെയ്യണം, പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിനെല്ലാം വേണ്ട മെറ്റീരിയൽസും കൂടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വിശപ്പുണ്ടാക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ബോഡിക്ക് പറയാനല്ല പ്രോട്ടീൻ ഇങ്ങനെ കുറഞ്ഞ് അതെടുക്കുമെന്ന് പറയില്ല. വിശപ്പുണ്ടാക്കുക. ബോഡി വിചാരിക്കുന്നത് എന്താ? ഇവിടെ ഓൾറെഡി ഇതെല്ലാം കിട്ടാൻ പാകത്തിന് അവിടെ ഉണ്ടാക്കി വളരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മളല്ലേ അതെല്ലാം ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് കഴിക്കും. അതാണ് നമ്മളാണ് വിഷയം. സോ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് നോക്കാം. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, നല്ല ഫാറ്റ്സ് വേണം, വൈറ്റമിൻസ് മിനറൽസ് വേണം, വാട്ടർ വേണം, ഫൈബർ വേണം. ഇതെല്ലാം ഒരു ബാലൻസിൽ വേണം കിട്ടാനായിട്ട്. അല്ലാണ്ട് ഒരെണ്ണം കൂടി ഒരെണ്ണം കുറഞ്ഞ് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു ബാലൻസിൽ വേണം. ഇതിനൊരു ബാലൻസ് ഡയറ്റ്. ഇതാണ് ബാലൻസ് ഡയറ്റ്.
ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു പ്ലേറ്റ് ആണ് കാണുന്നത്. ഒരു പ്ലേറ്റ് നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടാവും. ഈ ബാക്കി വരുന്ന പകുതിയുടെ പകുതി ഗ്രെയിൻസ് ഒക്കെ വേണം. പക്ഷേ ഈ ഗ്രെയിൻസിലെല്ലാം തവിട് ഉണ്ടാവണം. തവിടോട് കൂടിയ റൈസ് ആയിരിക്കണം, തവിടോട് കൂടിയുള്ള ഗോതമ്പായിരിക്കണം, തവിടോട് കൂടിയ ഓട്സ് ആയിരിക്കണം. ആ ബാക്കി വരുന്ന പകുതി പ്രോട്ടീൻ ആയിരിക്കും, ക്വാളിറ്റി പ്രോട്ടീൻ ആയിരിക്കും. വെള്ളം ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം, അത് മിനറൽ വാട്ടർ ആയിരിക്കും. അതൊക്കെ എത്ര പോസിബിൾ ആണെന്ന് ആലോചിക്കാം. പിന്നെ നല്ല ഓയിൽ, ഒമേഗ 3 പോലുള്ള നല്ല ഓയിൽ. ഇതാണ് നമ്മുടെ ബാലൻസ് ഡയറ്റ്. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കിക്കേ, നമ്മൾ ആവശ്യപ്പെടുന്ന ബോഡി ആവശ്യപ്പെടുന്നതെന്ന് നോക്കി. നമ്മൾ കൊടുക്കുന്നതിൽ എല്ലാ തരത്തിലുള്ള ഇൻസഫിഷ്യൻസി ഉണ്ടാവാവുന്ന രീതിയിലാണ് നമ്മൾ എത്തിക്കുന്നത്. പലതും ഡെഫിഷ്യൻസി ലെവലിലാണ്. ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന, ഇന്ന് ഫോളോ ചെയ്യുന്ന ഭക്ഷണ രീതി കൊണ്ട് നമ്മളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ഈ സ്റ്റഡി ഒന്ന് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലുള്ള സ്റ്റഡിയാണ്. 70-80% ആളുകൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. വൈറ്റമിൻ എ 60-70% ആളുകൾക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി 90% ആളുകൾക്ക്. വൈറ്റമിൻ B12 40-50% ഇൻസഫിഷ്യൻസി അങ്ങനെ നിൽക്കുന്നു. അയൺ ഡെഫിഷ്യൻസി കാണുന്നു, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി കാണുന്നു. ഇതാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ് കൊണ്ട് നമ്മളുടെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്. സോ ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ശരിയല്ലോ? നമ്മൾ കൊടുക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾക്കുള്ള ന്യൂട്രീഷൻ സ്റ്റാറ്റസിനെ നോക്കാം. സോ അതെന്താണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്നതൊന്ന് ബോഡി ഡിമാൻഡ് ചെയ്യുന്ന ഒന്ന്. ഈ കൊടുക്കുന്നതും ഡിമാൻഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവിടെ ഒരു ഗ്യാപ്പ്. ഡിമാൻഡിനനുസരിച്ച് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ ആ ഗ്യാപ്പ്, ന്യൂട്രീഷൻ ഗ്യാപ്പ് എന്ന് പറയും. ഈ ഗ്യാപ്പ് ഇങ്ങനെ ന്യൂട്രീഷൻ മെറ്റീരിയൽസ്, ബോഡി ഒരു മെഷീനാണ്, അതിന് വേണ്ട മെറ്റീരിയൽസ് ഒരു ദിവസം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. കുറച്ച് നാൾ നമ്മൾ ഇങ്ങനെ ന്യൂട്രീഷൻ ഗ്യാപ്പ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളിലേക്കും നമ്മൾ എൻഡപ്പ് ആവും. അതാണെന്ന് നമ്മൾ കാണുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിക്കോട്ടെ, ഓട്ടോമിൻ ഡിസീസസ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു അവസ്ഥകളാണ്, അസുഖങ്ങളല്ല. ഈ വക പ്രശ്നങ്ങളുണ്ട് നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥകളാണ്, സുഖങ്ങളല്ല. ശരി, ഈ അവസ്ഥകൾ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ ഫുഡിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ചുകൂടി പോഷകമൂല്യം ഉള്ള ഫുഡിലേക്ക് മാറണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ ഫുഡ് മാത്രം കൊടുത്താൽ മതിയോ? ഏത് രീതിയിലുള്ള ന്യൂട്രീഷൻ, അതായത് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചാലാണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്ത് ഉണ്ടാവുക? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് പല ലെവൽസ്. ഒന്ന് നമ്മൾ അറിയേണ്ടത് പല ലെവൽസാണ്. ഏത് ലെവലിൽ ന്യൂട്രീഷൻ എത്തിക്കും പല ലെവൽസ് അറിയണം. RDA എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്. ഇത് നമ്മുടെ ശരീരത്തിലെ ആ സർവൈവൽ, അത് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള വർക്ക് നടക്കാൻ വേണ്ടിയുള്ള ലെവലാണ് RDA ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഫിഷ്യൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന രീതിയിൽ വർക്ക് നടക്കും. ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഏതൊരു ചലഞ്ചിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന ലെവലാണ് ഒപ്റ്റിമൽ ലെവൽ ന്യൂട്രീഷൻ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ലെവൽ. ചിലതൊക്കെ ഹൈ ഡോസിലായിരിക്കും, ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. ടോക്സിക് എന്ന് പറഞ്ഞാൽ ഹാംഫുള്ളായിരിക്കും, നമ്മളുടെ വർക്കിന് തന്നെ ഡിസ്റ്റർബ്. ഇതാണ് പല ലെവലുകൾ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വൈറ്റമിൻ ഡി, അതിൻ്റെ റെക്കമെൻഡഡ് അലവൻസ്, ഡെയിലി അലവൻസ് 600 ഇൻ്റർനാഷണൽ യൂണിറ്റ് എത്തിയാൽ മതി. അത് ജസ്റ്റ് വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ബോഡിയിൽ. പക്ഷെ സേഫായിട്ട് അപ്പർ ലിമിറ്റ് എന്താ? 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ ഡെയിലി ചെന്നാലും പ്രോബ്ലം ഉണ്ടാക്കില്ല, സേഫാണ്. അപ്പോൾ ഇതിലേത് ലെവലിൽ ചെന്നാലും കുഴപ്പമുണ്ടാക്കില്ല. ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ 60,000 യൂണിറ്റ് ഡെയിലി മാസങ്ങളോളം എടുക്കുമ്പോഴാണ് ടോക്സിസിറ്റി തന്നെ ഉണ്ടാവുന്നത്. ഇതിൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോൺ ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, ഛർദിലുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. സോ വൈറ്റമിൻ കൂടി വളരെ റെയർ. പക്ഷേ വൈറ്റമിൻ കുറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പല പ്രശ്നങ്ങൾക്ക് അനുഭവിക്കുന്നു. ഡെഫിഷ്യൻസി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡിലെ ഒരു RDA ലെവൽ കൊടുക്കുമ്പോൾ ഒരു നോർമൽ മിനിമം വേണ്ട ലെവലാണ്. ബ്ലഡ് നോക്കുമ്പോൾ 20 നാനോഗ്രാം. RDA ആ ലെവലിലുള്ള മെയിൻറ്റെയിൻ ചെയ്യാനാണ് RDA ഹെൽപ്പ് ചെയ്യുള്ളൂ. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDA ലെവലിന് മുകളിൽ 30 നാനോഗ്രാമിന് മുകളിൽ വരുന്നതാണ് സഫിഷ്യൻ്റ്. ഇൻസഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 30 നാനോഗ്രാമിന് താഴെയും 20 നാനോഗ്രാമിന് മുകളിലുമാണ് ഇൻസഫിഷ്യൻ്റ് എന്ന് പറയുന്നത്.
ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 40 to 80 നാനോഗ്രാം ബ്ലഡിൽ. ഈ ഒപ്റ്റിമൽ ലെവലിലുള്ള നമ്മൾ ഡെത്ത് ചാൻസ് കുറയ്ക്കും, നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് നൽകും. ടോക്സിസിറ്റി വൈറ്റമിൻ ഡി മാത്രം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. 100 നാനോഗ്രാം എബവ് വരുമ്പോഴാണ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാവുന്നത്. സോ ഇത് ആദ്യ ലെവല്. ഈ ഒരു വീല് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ആ വീല് കറങ്ങാൻ, ബോഡിയിലെ പ്രവർത്തനങ്ങൾ നടക്കാൻ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. വീല് ജസ്റ്റ് കറങ്ങാൻ വേണ്ടി മാത്രം. ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കറങ്ങൽ വരെ, അതായത് ബോഡിയുടെ മിനിമം പ്രവർത്തനങ്ങൾ വരെ പലപ്പോഴും സ്റ്റക്കായി പോകും. സഫിഷ്യൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കാൻ. ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചലഞ്ചസ് വന്നാലും അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ലെവലാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ഇത് ഓരോ ലെവലുകളുണ്ടെന്നും ഈ ലെവലുകളൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നും നമുക്ക് ഇത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഓരോ ലെവലുകളും നമ്മുടെ ഓരോ ലെവലുകളിൽ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാം. അത് എല്ലാ വൈറ്റമിൻസും മിനറൽസിലും ഒരു സിംഗിൾ പോയിന്റ് വർക്ക് അല്ല ഉള്ളത്. അതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണിന്റെ ഹെൽത്ത്. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് വർക്കുകൾ വേറെയുണ്ട്. വൈറ്റമിൻ ഡി ബോണിനും പല്ലിൻ്റെ ഹെൽത്ത്. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ വൈറ്റമിൻ ഡിക്ക് ഒരുപാട് വേറെ വർക്കുകളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഇത് വന്നപ്പോൾ, കൊറോണ വന്നപ്പോൾ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. സോ വൈറ്റമിൻ ഡിക്ക് 1000-ഓളം ജീനുകളെ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് പറഞ്ഞാൽ 1000-ഓളം വർക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ മെഗ്നീഷ്യം 300-ഓളം ഡിഫറെൻറ്റ് വർക്കുകൾ അത് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകളെ നമുക്ക് ഗ്രോസ് ആയിട്ട് മെയിനായിട്ട് 2 രീതിയിൽ തരംതിരിക്കാം. അതായത് പ്രൈമറി സർവൈവൽ റിലേറ്റഡ് വർക്കും മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക് എന്ന് പറയും. ഗ്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും മെയിൻ്റനൻസ് റിപ്പയർ വർക്ക്. അതാണ് നമ്മൾ ഇനി ഓരോ ലെവൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ലെവൽ ന്യൂട്രിയൻസ് ശരീരത്തിൽ എത്തിയാൽ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ആദ്യ ലെവലിൽ അല്ലെങ്കിൽ സഫിഷ്യൻറ്റിന് താഴെ, അതായത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മളുടെ ബോഡിയിൽ ന്യൂട്രിയൻസ് എത്തുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരം ഇവിടെ നിലനിർത്തണമല്ലോ, ആദ്യം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നിലനിർത്തണം. നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് ഭൂരിഭാഗം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലേക്ക് പോകും. ബാക്കി വരുന്നതാണ് മെയിൻ്റനൻസ് റിപ്പയർ വർക്കിലേക്ക് കൊടുക്കും. ഈ ഒരു തരംതിരിച്ച് ബോഡി വിടുന്ന പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് ട്രയാജ് പ്രിൻസിപ്പിൾ. ട്രയാജ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു ഇപ്പോൾ ബസ് അപകടമുണ്ടായി ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പോൾ നമ്മൾ ഒരാളെ അവിടെ ഫ്രണ്ടിൽ വെക്കും. എന്ന് വെച്ചാൽ ഇതിൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ പെട്ടെന്ന് കടത്തിവിടുക. ഏറ്റവും പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കേണ്ട ആൾക്കാരെ മാറ്റുക, കുറച്ച് അറ്റൻഷൻ കൊടുക്കേണ്ടത്, കുറച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ, ഇങ്ങനെ തരംതിരിക്കുക. ഇതാണ് ട്രയാജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഈ ബോഡിയും ചെയ്യുന്നുണ്ട്, ട്രയാജ് പ്രിൻസിപ്പിൾ. ഇത് ഓരോ ടിഷ്യൂവിന് അനുസരിച്ച് അങ്ങോട്ട് വിട്ടോളൂ. ഏത് സ്ഥലത്താണോ ആവശ്യം ആ സ്ഥലത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് വിട്ടുകൊണ്ടിരിക്കും. അതായത് ടിഷ്യൂ സ്പെസിഫിക് അലോക്കേഷൻ എന്ന് പറയും. അപ്പം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിലേക്കായിരിക്കും കൂടുതൽ പോകുന്നത്. അതിൽ കുറച്ച് ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് റിപ്പയർ വർക്ക്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ആദ്യ ലെവല് അല്ലെങ്കിൽ ഡെഫിഷ്യൻ്റ് ആയിട്ട് ശരീരത്തിലേക്ക് എത്തിക്കുന്നത് ഉള്ളത് മുഴുവനും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എത്തുന്നു. ഡെഫിഷ്യൻസി ആണെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ വരെ ചിലപ്പോൾ ഒക്കെ തടസ്സം നിൽക്കും. ബാക്കിയില്ല മെയിൻ്റനൻസ് വർക്കിലേക്ക് എത്താനായിട്ട്. അപ്പോൾ പെൻഡിങ് കിടക്കും. അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് അറിയണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ് ഇങ്ങനെ ബാക്കി പെൻഡിങ് കിടന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞാലാണ് പെൻഡിങ് ഇടുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എന്നാലാണ് നമുക്ക് നമ്മുടെ ന്യൂട്രീഷൻസിൻ്റെ വില അറിയുള്ളൂ, ക്വാളിറ്റി അറിയുള്ളൂ, ക്വാണ്ടിറ്റി അറിയുള്ളൂ. അതറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാം. മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, 300-ഓളം വർക്കുകൾ. അതിൻ്റെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ യൂട്ടിലൈസേഷൻ. അതായത് സർവൈവലാണ്. അതായത് ബോഡിക്ക് എനർജി ഇല്ലാതെ ജീവൻ രക്ഷ ഒന്നും നടക്കില്ല. അപ്പോൾ എനർജി പ്രൊഡക്ഷൻ, നമ്മളുടെ കോശത്തിൽ എനർജി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്, മൈറ്റോകോൺട്രിയ. അവിടെയാണ് എനർജി ഉണ്ടാക്കുന്നത്. ഓരോ എനർജി യൂണിറ്റിന് പറയുന്ന പേരാണ് ATP എന്ന് പറയുന്നത്. ആ എനർജി യൂണിറ്റ് ബയോളജിക്കലി ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മെഗ്നീഷ്യം കമ്പൈൻ ചെയ്യും. ഈ എനർജി യൂണിറ്റ് ബയോളജിക്കലി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മെഗ്നീഷ്യം കമ്പൈൻ ചെയ്യണം. അപ്പം മെഗ്നീഷ്യം കൂടിയേ തീരുള്ളൂ. അതായത് ശരീരത്തിന് ഇവിടെ പിടിച്ചു നിർത്തണം, അതിന് എനർജി വേണം. അപ്പോൾ ആദ്യം നമ്മൾ എത്ര കൊടുക്കുന്നോ ആദ്യം ആ എനർജി പ്രൊഡക്ഷനിലേക്ക് പോകും.
ബാക്കി വരുന്നതാണ് മെയിൻ്റനൻസ്. എന്താണ് മെയിൻ്റനൻസ് വർക്ക് നോക്കിക്കേ. DNA റിപ്പയർ, DNA ഡാമേജ് റിപ്പയർ ചെയ്യും. നമ്മളെ സെല്ലിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും അറിയാലോ. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗത്ത് ടോക്സിസിൻസ് ഉണ്ടാവും, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും. ഇത് ഈ സ്ട്രെസ്ഫുൾ പീരീഡിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ DNA-ക്കൊക്കെ ഡാമേജ് വരും. അതൊക്കെ അതാത് സമയത്ത് ബോഡി റിപ്പയർ ചെയ്ത് ഡാമേജ് റിപ്പയർ ചെയ്ത് കൊടുക്കണം. അതങ്ങനെ ഓരോ ബാലൻസിലായിരിക്കും ഇതെല്ലാം പോയിക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് പെൻഡിങ് കിടക്കും. DNA റിപ്പയർ പെൻഡിങ് കിടക്കും. DNA റിപ്പയർ പെൻഡിങ് കിടക്കുമ്പോൾ കുറേ നാൾ എടുക്കാതെ എടുക്കുമ്പോൾ ആ സെല്ലിന്റെ ഫോം തന്നെ മാറിപ്പോകും. ആ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ഡാമേജ് ആവും. ഇനി വൈറ്റമിൻ കെ നോക്കാം. വൈറ്റമിൻ കെക്ക് വൈറ്റമിൻ K1 മുതൽ വൈറ്റമിൻ K8 വരെ ഉണ്ട്. അതിന്റെ പ്രൈമറി റോൾ എന്ന് പറഞ്ഞാൽ ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഉണ്ടാക്കലാണ്. ലിവറാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മൂവ് ചെയ്യാൻ പാകത്തിന്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് ഓടണം, ഇതെല്ലാം ചെയ്യാൻ പാകത്തിനാണല്ലോ. ഈ ഓടുമ്പോഴും നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും മുട്ടും, ഇഞ്ചുറി ഉണ്ടാവും. ഇഞ്ചുറി ചെയ്യുമ്പോൾ ബ്ലഡ് വരും. ബ്ലഡ് പക്ഷേ 5 മിനിറ്റിന് ക്ലോട്ട് ആയില്ലെങ്കിൽ നമ്മൾ ഒഴുകിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെത്തായി പോകും. അപ്പോൾ 5 മിനിറ്റിൽ ക്ലോട്ട് ആവണം. അപ്പോൾ അത് വളരെ എസെൻഷ്യലാണ്. ആ പ്രോട്ടീൻ എപ്പോഴും അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡെത്തായി പോകും. സോ വൈറ്റമിൻ കെ എത്ര കൊടുക്കുന്നോ അത് മൊത്തം എത്രയാണോ അവിടെ ആവശ്യം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് പോകും. ബാക്കി വരുന്നതാണ് മെയിൻ്റനൻസ് വർക്ക്. അതിൽ മെയിൻ്റനൻസ് വർക്ക് എന്താ? മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ ബോണിലല്ലാതെ വേറെ എവിടെയൊക്കെ കാൽസ്യം അടിഞ്ഞിട്ടുണ്ടോ അത് അവിടുന്ന് എടുത്ത് ബോണിലേക്ക് ഇടുന്ന റോളാണ് വൈറ്റമിൻ കെയിൽ K2 എന്നുള്ള വൈറ്റമിൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ കുറവാണെങ്കിൽ എല്ലാ ഫ്ലോട്ടിംഗ് ഫാക്ടേഴ്സും പോകും, ഇതവിടെ പെൻഡിങ് കിടക്കും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? കാൽസ്യം രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ അടിയും, കിഡ്നിയിൽ അടിയും, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അടിയും. ഇപ്പോൾ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ കാൽസ്യം അടിഞ്ഞു കഴിഞ്ഞാൽ രക്തഓട്ടം കുറയും. അപ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടും. കിഡ്നി സ്റ്റോൺ, പല സ്ഥലത്ത് സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. ഇതൊക്കെ നമ്മൾ അതാത് സമയത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻസിലേക്ക് പോകും. സോ ഈ വർക്കെല്ലാം പെൻഡിങ് ആണ്. ഇതെല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ പല ചലഞ്ചസിലേക്ക് എൻഡപ്പ് ആവും. ഇതൊരു ക്രൂഷ്യൽ അറിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഏത് തരത്തിൽ എത്തിക്കണം? നമ്മൾ ഒപ്റ്റിമൽ ലെവലിൽ എത്തിക്കണം. എന്താണ് ഒപ്റ്റിമൽ ലെവല്? ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും നന്നായിട്ട് നടക്കണം, മെയിൻ്റനൻസും നന്നായിട്ട് നടക്കുന്ന ലെവലാണ് ഒപ്റ്റിമൽ ലെവൽ. ഈ സ്റ്റേജിൽ നമുക്ക് ന്യൂട്രീഷൻസ് എത്തിക്കാൻ വാള് നല്ല എനർജറ്റിക് ആയിരിക്കും, പവർഫുൾ ഇമ്മ്യൂണിറ്റി ആയിരിക്കും, ആൻറ്റി ഏജിങ് ക്വാളിറ്റീസ് നമ്മൾക്ക് ഉണ്ടാവും. എന്ത് ഹാർഷ് സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. സോ ഒപ്റ്റിമൽ ലെവല് നമുക്ക് എത്തിയാലാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായു കോശം കൂടി അത്രയും സ്ട്രെസ്സാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എക്കോസിസ്റ്റത്തിൽ. അത് കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒപ്റ്റിമൽ ലെവലിൽ തന്നെയാണ്. ഇനി ഒന്ന് രണ്ട് വേറെ എക്സാമ്പിൾ കൂടി പറയാം. ഫാറ്റി ഒരാൾ ന്യൂട്രീഷൻ പ്രോബ്ലം ഉണ്ടാകുമോ? ന്യൂട്രീഷൻ പ്രോബ്ലം ഉണ്ടാവും. അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് നോർമൽ ആളേക്കാൾ കൂടുതൽ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാറ്റുള്ള ആളുകൾക്ക് ഇൻഫ്ലമേഷൻ കൂടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. പിന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ഫാറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. ബ്ലഡിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആവില്ല. ഫാറ്റിൽ നിന്ന് ബ്ലഡിലേക്ക് ഇടാനായിട്ട് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് അപ്പോൾ ബ്ലഡിൽ റെഡിലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുമ്പോൾ ഇവർക്ക് ന്യൂട്രീഷൻ ആവശ്യം കൂടുതലാണ്. ഇവർക്ക് റിലേറ്റീവ് ഡെഫിഷ്യൻസി എന്നാണ് ഇവരുടെ ഡെഫിഷ്യൻസിക്ക് പറയുന്ന പേര്. ഇനി ഏജിങ് ഒരു 50 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ന്യൂട്രീഷൻസിൻ്റെ അബ്സോർപ്ഷനും സിന്തസിസും ഒക്കെ കുറയ്ക്കുന്നു. എക്സാമ്പിളായിട്ട് വൈറ്റമിൻ ഡി 70 ഇയേഴ്സുകളുടെ ഒരാൾ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി 20 ഇയേഴ്സ് ഒരു വ്യക്തി ഉണ്ടാക്കുന്നതിനേക്കാൾ 4 മടങ്ങ് കുറവാണ്. അതൊന്നും ഉണ്ടാക്കുന്നത് കുറഞ്ഞു, രണ്ട് വലിച്ചെടുക്കുന്നത് കുറഞ്ഞു. ഇന്ന് നമ്മൾ ഏജ് ആകുമ്പോൾ നമുക്ക് വരുന്ന മെമ്മറി പ്രോബ്ലം, പിന്നെ ഏജ് റിലേറ്റഡ് ബ്രെയിൻ ഷ്രിങ്കേജ്, ബ്രെയിൻ അട്രോഫി, ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യുന്നു, മെമ്മറി ലോസ്, എനർജി ഇല്ലായ്മ, ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നമുക്ക് ഡിമെൻഷ്യയിൽ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ കാൽസ്യം അടിഞ്ഞിട്ട് രക്തോട്ടം ഒഴുക്ക് കുറയുമ്പോഴാണ് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ വൈറ്റമിൻ K2 കുറവാണ്. ഇതെല്ലാം അപ്പോൾ ഏജിങ്ങുള്ള ആൾക്ക് കൂടുതൽ സപ്ലിമെൻറ്റേഷൻ ആവശ്യമാണ്. ഹെൽത്തി ഏജിങ് നമുക്ക് പറ്റും. ഏജിങ് നമ്മൾ കിടപ്പാവില്ല. ഹെൽത്തി ഏജിങ് ഒരു ക്രോണോളജിക്കൽ ഈ ഏജ് വെച്ച് പോകും. പക്ഷെ ഹെൽത്തി ഏജിങ്ങിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. സോ ഇതിനെ കൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മളുടെ ഫുഡ് എന്തുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുള്ളൂ, എന്താണ് പ്രശ്നം നമുക്ക്. ഇപ്പോൾ ഒപ്റ്റിമൽ ലെവലിൽ
നമ്മൾക്ക് ന്യൂട്രീഷൻ ശരീരത്തിൽ എത്തിച്ചാൽ മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് നിൽക്കാനും നമ്മൾ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസിനെ ക്വാളിറ്റി ആയിട്ട് ഫേസ് ചെയ്യാനും പറ്റുമെന്നുള്ള സത്യം നമ്മൾക്ക് മനസ്സിലായി. സോ നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കോ, ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതിയോ, മതിയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുമോ? ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു കോമൺ സെൻസിൽ അറ്റ്ലീസ്റ്റ് സഫീഷ്യന്റ് ലെവലിലെങ്കിലും എത്തണ്ടേ, സഫീഷ്യന്റ് ലെവലിലെങ്കിലും എത്തിക്കണ്ടേ. പിന്നെ ഒപ്റ്റിമൽ ലെവലിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ഇന്നത്തെ റെഗുലർ ഡയറ്റ് കൊണ്ട് സാധ്യതയുണ്ടോ? സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ച് ഐഡിയാസ് ഷെയർ ചെയ്യുന്നതാണ്, പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കണം, സാധ്യതയുണ്ടോ? നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾക്ക് ഹാർഡായിട്ട് ചിന്തിക്കാം, സ്മാർട്ടായിട്ട് ചിന്തിക്കാം. ഹാർഡായിട്ട് ചിന്തിക്കുന്നത് ഇല്ല, ഞാൻ അതിൻ്റെ ഫുഡിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, കറക്റ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. അത് നല്ലതാണ്, പക്ഷെ അത് ഹാർഡാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സംഘടിപ്പിക്കണം, പിന്നെ ഫ്രഷ് ആയിരിക്കണം, ന്യൂട്രീഷൻ വാല്യൂ അത് നമ്മൾ നോക്കണം. ഓർഗാനിക് ആയാലും നമ്മൾക്ക് മണ്ണിൻ്റെ ഗുണം നോക്കണമല്ലോ. ഇതെല്ലാം ഓർഗാനിക് ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളുടെ ഇന്നത്തെ രീതിയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നമ്മൾക്ക് കൗണ്ടർ ചെയ്യണമെങ്കിൽ 150 മുതൽ 200 ഗ്രാം വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ, പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ 6-7 പ്രാവശ്യം കഴിക്കണം. അപ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാൻ നേരം ഉണ്ടാവില്ല. വർക്കിംഗ് ഫോമിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നല്ലതാണ്, പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കൽ ആവുമോ എന്നുള്ളത് സ്വയം ചിന്തിക്കും. സപ്ലിമെന്റേഷൻ കുറച്ചുകൂടി സ്മാർട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കാം. കുറച്ച് റീഅറേഞ്ച് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ഭക്ഷണത്തിൽ തവിടില്ലെങ്കിൽ തവിടുള്ള ഭക്ഷണത്തിലേക്ക് മാറണം. ഓർഗാനിക് കിട്ടാമെങ്കിൽ ഓർഗാനിക് കിട്ടണം, അതിലേക്കൊക്കെ മാറണം. ന്യൂട്രീഷൻ വാല്യൂ കുറഞ്ഞ പ്രോസസ്സഡ് ഫുഡിൽ നിന്ന് മാറി നിൽക്കണം. എന്നാലും എത്രയോ കുറവുണ്ട്. ഭക്ഷണം പാകം ചെയ്യാതെ ഇന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല. നമ്മൾ സപ്ലിമെന്റേഷൻ ഇന്നത്തെ ഒരു ആവശ്യകതയായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതിന് ക്വാളിറ്റി സപ്ലിമെന്റേഷൻ എടുക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ സിന്തറ്റിക് സപ്ലിമെന്റേഷൻ എടുക്കാം, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റേഷൻ. ക്വാളിറ്റി സപ്ലിമെന്റേഷൻ ബോഡി ഫ്രണ്ട്ലി ഓർഗാനിക് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റേഷൻ ആണ് ക്വാളിറ്റി. എന്ന് വെച്ചാൽ ബോഡി ഏറ്റവും കൂടുതൽ അത് അബ്സോർവ് ചെയ്യുന്നതും ബോഡി ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നതും ഓർഗാനിക് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റേഷൻ ആയിരിക്കും. അത് ഉറപ്പാണ്. നമ്മൾ സിന്തറ്റിക് അതിനെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പിന്നെ അത് ഓർഗാനിക് അല്ല, അത് പ്ലാന്റ് ബേസ്ഡ് അല്ല, ബോഡി ഫ്രണ്ട്ലി അല്ല, അതിൻ്റെതായുള്ള പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയും എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു ഓർഗനൈസേഷനാണ് ന്യൂട്രിലേറ്റ്. കഴിഞ്ഞ 90 വർഷമായിട്ട് വളരെയധികം ഈ ന്യൂട്രീഷനിൽ റിസർച്ച് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് അവരുടേതായിട്ട് ഒരു 6000 ഏക്കർ സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ഓർഗാനിക് ഫാമിൽ സീഡ് ടു പ്രോഡക്റ്റ് അവർ തന്നെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഓർഗാനിക് ആയിട്ടുള്ള ആ ചെടികളിൽ ഏത് ഫോമിലാണോ ന്യൂട്രീഷൻ നിലനിൽക്കുന്നത് ആ ഫോമിൽ നമുക്ക് ടാബ്ലറ്റ് ഫോമിലേക്ക് അത് കേടാവാതിരിക്കാൻ അത് പർട്ടിക്കുലർ ആയിട്ടുള്ള കോട്ടിങ്ങും സെല്ലുലോസ് കോട്ടിങ്ങും വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് അത്. നല്ലൊരു ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരും അത് നിങ്ങളുടേതായിട്ടുള്ള ന്യൂട്രിലൈറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, ഈ സപ്ലിമെന്റേഷൻ ആവശ്യകതയെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, സ്വയം കൺവിൻസ് ചെയ്യുക, എന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഫുഡ് ന്യൂട്രീഷൻ ആക്കാനായിട്ട് സപ്ലിമെന്റുകൾക്ക് പറ്റും. ഇന്നത്തെ രീതിയിൽ നമുക്ക് ഫുഡ് ന്യൂട്രീഷൻ ആക്കാൻ വേണ്ടി ഓർഗാനിക് അന്വേഷിച്ച് പോകാൻ വേണ്ടി അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും, അത് അത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് ആലോചിക്കും. പിന്നെ ബാക്കി 3 കാര്യങ്ങൾ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, ആഡിക്വേറ്റ് റിലാക്സേഷൻ, സ്ലീപ്പ്, ദെൻ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്കൊരു ഒപ്റ്റിമൽ ഹെൽത്ത് കിട്ടും. സോ ഡിയർ ഫ്രണ്ട്സ്, തിങ്ക് വൈസ്, make your health very efficient to encounter the current challenges. Thank you very much. With that, I conclude my presentation. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബാക്ക് ടു വാവ്, ഗ്രേറ്റ് പ്രസൻറ്റേഷൻ അല്ലേ? അതായത് നമ്മുടെ ലൈഫിനെ ഒരു ഗ്രാൻഡ് പൊസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വളരെ എന്താ പറയുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസ് അല്ലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോകാതെ ഒരു ഹെൽത്തി ഏജിങ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറേണ്ട സമയമായി എന്നാണ് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ,
പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, കറക്റ്റായിട്ട് ഉള്ള ഉറക്കം, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇത് മൂന്നും ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ദിവസം നമ്മൾ ആവറേജ് ഞാൻ കണ്ടിടത്തോളം ഒരു 10,000 സ്റ്റെപ്പ് നടക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസോ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസോ ഒന്നും ഉണ്ടാവാറില്ല. സോ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കാണിക്കാം. എൻ്റെ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നില്ലല്ലേ? ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. ഓ സോറി. അതായത് 10,000 സ്റ്റെപ്സ് ഇന്നത്തെ ദിവസം എൻ്റെ കയ്യാ, ഞാനിത് കെട്ടിക്കൊണ്ട് നടക്കുന്ന വാച്ചാണ്. അതിൽ ഇപ്പം 10,100 സ്റ്റെപ്പ് ഞാൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നേരം കൊണ്ട്. സോ ഇത് നമ്മൾ സാധാരണ നമ്മൾ നടക്കുന്നത് ഒരു 4,000 സ്റ്റെപ്സ് വരും. ഒരു 4,000 സ്റ്റെപ്സ് മീൻസ് അറൗണ്ട് 2 കിലോമീറ്റർ സാധാരണ അതിലേതിലൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് പറ്റും. ഇപ്പം ഡോക്ടറെ സംബന്ധിച്ചാണെങ്കിൽ സംഭവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ 6 കിലോമീറ്ററാണ് ടോട്ടൽ നടന്നത്. രാവിലെ എഴുന്നേറ്റ് 4 കിലോമീറ്റർ നടക്കുക, ഒരു 3/4 മണിക്കൂർ നടക്കുക. സോ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റി. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഇതുപോലെ ഒരു മീറ്റിങ്ങിൽ ഒരാൾ പറഞ്ഞ പോലെ, നമ്മൾ നടക്കാതെ ജോലി ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക, ഹ്യൂജ് ആയിട്ടുള്ള ഒരു വീടൊക്കെ വെച്ച് ആ വീട്ടിൽ താമസിക്കാൻ നമ്മൾ തീരുമാനിക്കും. ആക്ച്വലി നമ്മൾ ആലോചിക്കേണ്ടേ, ആ വീട്ടിൽ നമ്മളാണോ താമസിക്കുന്നത് അതോ നമ്മുടെ ഫോട്ടോയാണോ വെക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കണം. ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേടുന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും അത് ആസ്വദിക്കാനും പറ്റും. സോ നമ്മുടെ ടോട്ടൽ ലൈഫിൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആക്കി മാറ്റാനുള്ള വഴിക്ക് വേണ്ടി ഒരു 30 മുതൽ 40 മിനിറ്റ് മാറ്റിവെക്കുകയും, കൂടാതെ ഈ പറഞ്ഞ പോലെയുള്ള ന്യൂട്രീഷണൽ ഫുഡുകൾ, അതായത് വൈറ്റമിൻ ഡി, ഇന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞത് കേട്ടു, വൈറ്റമിൻ ഡി അറൗണ്ട് 40 നാനോഗ്രാം മുതൽ 80 നാനോഗ്രാം വരെയെങ്കിലും ചെല്ലുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരു അസുഖവും കാണുകയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാൽ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡിയുടെ കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് 20-ൽ താഴെയോ 30-ൽ താഴെയോ ആണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, നിങ്ങളുടെ യാത്ര അപകടാവസ്ഥയിലേക്കാണ്. നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ K2 കറക്റ്റായിട്ട് ചെല്ലുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമുക്ക് അല്പം ചെല്ലുന്നതുകൊണ്ട് മുറിവുണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. പക്ഷേ അതേ ചെല്ലുന്നുള്ളൂ എങ്കിൽ നാളെ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ വെയിൻസിൽ ഞരമ്പുകൾക്കകത്ത് കാൽസ്യം അടിഞ്ഞുകൂടി എന്ന് പറയാൻ പറ്റും. സോ അതിൽ നിന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മൾ കാൽസ്യം കൂടുതൽ കഴിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അടിഞ്ഞുകൂടിയത്. അല്ല, നമുക്ക് ഒരു ദിവസം 1200 mg ആരോഗ്യമുള്ള ഒരാൾക്ക് വേണം. 1200 mgക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന കാൽസ്യം മാക്സിമം പോയാൽ 800 mg കാണുകയില്ല. സോ ചേഞ്ച് ആവേണ്ട സമയമായി. ആരോഗ്യത്തിലേക്ക് നമ്മൾ തന്നെ നടന്നെടുക്കണം. ഒരു കാര്യം കൂടെ ഞാൻ ഗ്യാരണ്ടി ചെയ്തിട്ട് ഞാനിവിടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. നിങ്ങൾ ഡയബറ്റിക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആസ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് BP പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സന്ധിവാതം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസ് ഒരുപാടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇതൊന്നും കംപ്ലീറ്റ് മാറില്ല എന്ന്. ഇതെല്ലാം പൂർണ്ണമായും മാറ്റാൻ നമുക്ക് പറ്റുന്നതാണ്. ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറായിട്ട് നല്ലൊരു വെൽനസ് ട്രെയിനറുടെ അഡ്വൈസോടുകൂടി നിങ്ങൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ 1 അല്ലേ 2 വർഷം കൊണ്ട് നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നോ ആ രൂപത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഡിസിഷൻ നിങ്ങൾ എടുക്കണം. സോ ഒരു ഹെൽത്തി ഏജിങ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ആരോഗ്യമുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ന്യൂട്രിലൈറ്റ് പ്രോഡക്ട്സ് മാക്സിമം ഉപയോഗിക്കണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ന്യൂട്രിലൈറ്റ് പ്രോഡക്ട്സിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ്
ലോക മാർക്കറ്റിൽ വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് സത്യം. എവിടെ വേണേൽ പോയി സ്റ്റഡി ചെയ്യാം. ഒരു കാര്യം കൂടെ പറയാം, ന്യൂട്രിയേറ്റ് പ്രോഡക്ട്സുകളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മാനുഫാക്ചർ ചെയ്യുന്ന 90 വർഷം പഴക്കമുള്ള ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ്റെ പേരിൽ ലോകത്തൊരിടത്തും 110ഓളം രാജ്യങ്ങളിൽ വിൽക്കുന്ന ഈ പ്രോഡക്റ്റിന് ലോകത്തൊരിടത്ത് പോലും ഇതിനെതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും ഇന്ന് വരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അങ്ങനെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. ഡിസിഷൻ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ നിങ്ങൾ തീരുമാനിക്കുക, ആരോഗ്യം വേണമെന്ന് തീരുമാനിക്കുക. സോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് അല്ലെ നിങ്ങളെ ഇതിനെപ്പറ്റി സംസാരിച്ച ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമാക്കി മാറ്റാൻ, ഇന്നുള്ള ആരോഗ്യത്തിനെ വീണ്ടും സ്ട്രോങ് ആക്കാൻ ഉള്ള അഡ്വൈസ് അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇതേപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ വീണ്ടും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. മാക്സിമം സമയം ശ്രദ്ധിച്ചിരുന്ന് ഇതുപോലത്തെ പ്രോഗ്രാംസ് കേൾക്കാൻ തയ്യാറാകുക, ഈ കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാകുക. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് കേൾക്കുന്ന ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യുന്നത് വരെ ഗുഡ് നൈറ്റ്.